ഗോഡ്ഫാദറിലെ മാലു എന്ന ഒറ്റ കഥാപാത്രം മതി കനക എന്ന നടിയെ എല്ലാ കാലത്തും ഓർമ്മിക്കാൻ. കനകലക്ഷ്മി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. ഗോഡ്ഫാദറിലൂടെ തിളങ്ങിയ താരത്തിന് പിന്നീട് നിരവധി ചിത്രങ്ങൾ തേടിയെത്തി. വിയറ്റ്നാം കോളനി, പിൻഗാമി, നരസിംഹം, ഗോളാന്തര വാർത്തകൾ എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ. 2000-ലാണ് കനക അഭിനയ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷയാകുന്നത്. നടി ദേവികയുടെയും സംവിധായകനായ ദേവദാസിന്റെയും മകളാണ് കനക. 2000-ന് ശേഷം ഒരു വിവരവും ലഭിക്കാതിരുന്ന കനകയുടെ മരണവാർത്തയാണ് പിന്നീട് താരത്തിന്റെ പേര് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത്. ഇപ്പോൾ താരത്തിന്റെ പിതാവ് ദേവദാസിന്റെയും കനകയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാര്യയായ ദേവികയുമായുള്ള പ്രശ്നങ്ങളും മകൾ കനക തന്നിൽ നിന്നും അകന്നതുമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദേവികയുടെ മരണത്തിനു ശേഷം എന്നോടൊപ്പം വരാൻ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അവൾ കേട്ടില്ല. ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞതാണ്, പക്ഷേ അവൾ കല്യാണം കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ആരാണെന്നോ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. സ്വത്തിന്റെ പേരിൽ കനകയുമായി തർക്കമുണ്ടായിരുന്നു. വ്യാജ ഒപ്പിട്ട് വിൽപത്രം തയ്യാറാക്കിയവൾ. കേസ് വരെ കൊടുത്തു. ആ കേസിൽ പക്ഷേ ഞാൻ ജയിച്ചു. കോടതിയിൽ ഹിയറിങ്ങിനെത്തിയപ്പോൾ നിങ്ങൾ ആരാണ് എന്നാണ് അവൾ ചോദിച്ചത്. ആ ചോദ്യം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കനകയ്ക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ വേർപിരിയുന്നത്. ഒരുപാട് വട്ടം എൻ്റെ മകളെ കാണാൻ ശ്രമിച്ചെങ്കിലും അവളുടെ അമ്മ അതിന് സമ്മതിച്ചില്ല. അവളുടെ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കുമായിരുന്നു. അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കുമ്പോൾ കനകയെ ദേവിക സ്കൂൾ മാറ്റിക്കൊണ്ടു പോകും. പിന്നെ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് നിർത്തി. സ്വത്തിനു വേണ്ടി അവളുടെ അമ്മ എന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. എന്നാൽ തന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ അച്ഛൻ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് കനക പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചുവെന്നും അമ്മ മോശം സ്ത്രീയാണെന്നും ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്നുമെല്ലാം പറഞ്ഞു പരത്തിയത് അച്ഛനാണ്. അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? മകൾ സിനിമയിൽ അഭിനയിക്കുന്നതിന് വരെ അയാൾ കേസ് കൊടുത്തിരുന്നു. എന്നാൽ കോടതി വിധി അമ്മയ്ക്കും എനിക്കും അനുകൂലമായിരുന്നു. അയാൾ നിരന്തരം മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഒരു അച്ഛൻ എന്ന സ്ഥാനം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. അത്രയ്ക്ക് അയാൾ ഞങ്ങളെ ദ്രോഹിച്ചിരുന്നു എന്ന് കനക ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. സിനിമയിലെത്തിയിട്ടും കൗമാരത്തിൽ മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന പ്രേമം തുടങ്ങിയവ മറ്റൊന്നും കനകയ്ക്കുണ്ടായിരുന്നില്ല. പിതാവിനെ ഭയന്ന് ആലപ്പുഴയിൽ വെച്ച് നടന്ന വിയറ്റ്നാം കോളനിയുടെ ചിത്രീകരണത്തിനിടെ കനകയും ദേവികയും ചേർന്ന് ഹോട്ടൽ മുറിയിൽ പ്രത്യേക മന്ത്രവാദ പൂജ നടത്തിയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാവിഷയമായിരുന്നു. കനകയ്ക്ക് സിനിമയും അമ്മയും മാത്രമായിരുന്നു എല്ലാം. തമിഴിൽ 10-ലധികം ചിത്രങ്ങൾ അഭിനയിച്ചതിനു ശേഷമാണ് തെലുങ്കിലേക്കും മലയാളത്തിലേക്കും കനക ചുവട് മാറ്റുന്നത്. അമ്മയുടെ വിയോഗത്തിലാണ് കനകയുടെ ജീവിതത്തിൽ താളപ്പിഴവ് സംഭവിക്കുന്നത്. അമ്മ മരണപ്പെട്ടതിന് ശേഷം കനക തന്റെ ചെന്നൈയിലെ വീട്ടിൽ ഏകാന്തവാസം തുടർന്നു. ആരും ശ്രദ്ധിക്കപ്പെടാതെ വീടിനുള്ളിൽ നടി ഒറ്റയ്ക്ക് തന്റെ ജീവിതം നയിച്ചു. ആ ജീവിതം അമ്മ ദേവികയുടെ ആത്മാവുമായി കനക സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നയിച്ചതെന്നാണ് പലരും പറയുന്നത്. നടിയോട് അടുത്ത ബന്ധമുള്ളവർ ഇപ്പോഴും അവരെ നേരിൽ കണ്ട് ഈ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ അത് ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.